വലിയ പറമ്പിലെ ഒരു ചെറു ദ്വീപാണ് ഇടയിലെ കാട്. അറബിക്കടലിനും പുഴയ്ക്കുമിടയിലെ കാട്. 5 ഏക്കർ സ്ഥലത്ത് വൃത്താകൃതിയിൽ പടർന്നു കിടക്കുന്ന ഈ കാട് അപൂർവ വൃക്ഷങ്ങളുടെ ഒരു സങ്കേതമാണ്. ഇലഞ്ഞിയും വങ്കണയും മരുതും മഞ്ചാടിയും പുല്ലാഞ്ഞിയുമെല്ലാം ഇടതിങ്ങി നിറഞ്ഞു നിൽക്കുന്നു. നാഗേരികാവ് എന്നുകൂടി അറിയപ്പെടുന്നു ഈ കാട്. കാടിനു നടുവിൽ ഒരു നാഗത്തറയുമുണ്ട്. ഇടയിലെക്കാടിലെ വാനരപ്പട ഒരു കൗതുകവും അതിശയവുമാണ്. ഈ യാത്രികനെപ്പോലെ തന്നെ തികഞ്ഞ ശാന്തപ്രകൃതിയാണ് ഈ വാനരർക്ക്. എന്നാൽ കുസൃതിക്ക് കുറവില്ലതാനും. നിലക്കടലയും വത്തക്കയും മറ്റുമായി അവരെ ഊട്ടി. വാനരന്മാർക്ക് ചോറ് കൊടുക്കാൻ മാണിക്കം എന്നു പേരുള്ള സ്ത്രീ ഇപ്പോൾ വരും, നാട്ടുകാർ ഓർമ്മിപ്പിച്ചു. മാണിക്കത്തെ കാത്തുനിന്നു. ഒരു വലിയ പാത്രത്തിൽ ചോറുമായി മാണിക്കം വന്നു. കഴിഞ്ഞ 20 വർഷമായി മാണിക്കം ഈ വാനരന്മാരെ ഊട്ടുന്നു. അതിനു മുമ്പ് മാണിക്കത്തിൻ്റെ അമ്മയായിരുന്നു അവരെ ഊട്ടിയിരുന്നത്. 40ഓളം വരുന്ന എല്ലാ വാനരർക്കുമായി ഒരേയൊരു പേരാണ് പപ്പി. കുഞ്ഞിനെ കൊണ്ടാക്കിയത് ചോറുന്ന പേരുമ്പോ ഓർമ്മയില്ലേ? വാ വേമ്പാ. തുടങ്ങാൻ അങ്ങനെ പ്രത്യേകം കാരണമൊന്നുമില്ല. ഇവിടെ അമ്പലത്തിൽ പ്രശ്നം വെച്ചാലും പറഞ്ഞു വാനരന്മാരെല്ലാം മരിച്ച് തീരുന്നുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ ഭക്ഷണം കൊടുത്താൽ അവർക്ക് ജീവിക്കാനാവും എന്നിട്ട് അങ്ങനെ കൊടുക്കുന്നു. അമ്മ കുറേ കാലം കൊടുത്തിന്. അന്നേരം 3-4 ഉണ്ടായിട്ടില്ലോ. ഇപ്പം അതിൽ പിന്നെ വർദ്ധിച്ച് ഇപ്പോൾ ഒരു 10-30 എണ്ണത്തിലധികം ഉണ്ടാകും. കുറച്ചപ്പുറം ഉണ്ട്. ഇവർ എന്തോ കലമ്പ് ഒരു 3-4 അപ്പുറം ചോദിച്ചിട്ട് വരലില്ല. മാണിക്കത്തോട് യാത്ര പറഞ്ഞു പിരിയാൻ നേരത്ത് വാനരന്മാർക്ക് ഒരു ദിവസത്തെ ഭക്ഷണം നൽകാൻ കുറച്ചു രൂപ അവരെ ഏൽപ്പിച്ചു. വാനരന്മാർ അത് കണ്ട് സന്തോഷിക്കുന്നുണ്ടായിരുന്നു.